ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഞാൻ എന്ന അഹംബോധം, ഇത് എല്ലാ മനുഷ്യരിലുമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് അർജുനന്റെ അഹംബോധം ഇല്ലാതാക്കിയത് എന്ന് നോക്കാം. മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം അർജുനന്റെ അമ്പേൽക്കുന്ന ശക്തിയിൽ കർണന്റെ രഥം ഏറെ ദൂരെ പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തിരിച്ച് കർണന്റെ അമ്പേൽക്കുമ്പോൾ അതേറ്റ് അർജുനന്റെ രഥം 7 അടി മാത്രം പിറകിലേക്ക് പോകുന്നു. പക്ഷെ ഓരോ തവണയും രഥം 7 അടി പുറകിലേക്ക് പോകുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയും, എത്ര വീരനാണ് കർണൻ. അർജുനന്റെ ബാണം കൊണ്ട് കർണരഥം ഒരുപാട് ദൂരം പുറകിലേക്ക് പോകുമ്പോൾ ശ്രീകൃഷ്ണൻ മിണ്ടാതെ ഇരിക്കും. ഒരുപാട് തവണ ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അർജുനൻ ആകെ അസ്വസ്ഥനായി ശ്രീകൃഷ്ണനോട് ചോദിച്ചു, ഹേ വാസുദേവ, അങ്ങ് എന്ത് പക്ഷഭേദമാണ് കാണിക്കുന്നത്? നമ്മുടെ രഥം 7 അടി മാത്രമേ പിറകിലേക്ക് പോകുന്നുള്ളൂ. പക്ഷെ എന്റെ ബാണം കൊണ്ട് കർണരഥം ഒരുപാട് പിറകിലേക്ക് പോകുന്നു. അങ്ങ് അത് കാണാതെ കർണനെ മഹാവീരൻ എന്ന് പുകഴ്ത്തുന്നു. മന്ദഹസിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഹേ പാർത്ഥൻ, ഞാൻ പറഞ്ഞത് ശരിയാണ്. കർണൻ വീരനാണ്. നീ മുകളിലേക്ക് നോക്കുക. നിന്റെ രഥത്തിന്റെ കൊടിക്കൂറയിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ വീര ഹനുമാനുണ്ട്. മുൻപിൽ സാരഥിയായി ഞാൻ വാസുദേവ കൃഷ്ണനുമുണ്ട്. എന്നിട്ടും കർണന്റെ അമ്പേൽക്കുമ്പോൾ നിന്റെ രഥം 7 അടി പുറകിലേക്ക് പോകുന്നു. ഞങ്ങൾ രണ്ടുമില്ലായിരുന്നെങ്കിൽ നിന്റെ രഥത്തിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകുമായിരുന്നു. സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അർജുനൻ ഇളിഭ്യനായി. പക്ഷെ സ്വന്തം കഴിവിൽ ഒരുപാട് വിശ്വസിച്ചിരുന്ന അർജുനൻ യുദ്ധത്തിന്റെ അവസാന ദിനമായിരുന്നു ആ സത്യം ശരിക്കും തിരിച്ചറിഞ്ഞത്. സാധാരണ എല്ലാ ദിവസവും യുദ്ധം കഴിഞ്ഞ് രഥത്തിൽ നിന്ന് സാരഥിയായ കൃഷ്ണൻ ആദ്യം ഇറങ്ങും. പിന്നെ അർജുനന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കും. എന്നാൽ അവസാന ദിനം ശ്രീകൃഷ്ണൻ രഥത്തിൽ തന്നെ ഇരുന്നിട്ട് അർജുനനോട് ഏറെ ദൂരെ ഇറങ്ങി മാറി നിൽക്കുവാൻ പറഞ്ഞു. അർജുനൻ അതനുസരിച്ചു. അർജുനൻ ഇറങ്ങി കുറെ ദൂരം എത്തിയപ്പോൾ ശ്രീകൃഷ്ണനും തേരിൽ നിന്നിറങ്ങി. ഭഗവാൻ ഇറങ്ങിയതും രഥം കത്തി ഭസ്മമായി. ഇത് കണ്ട് അർജുനൻ ആശ്ചര്യത്തോടെ ഭഗവാനെ നോക്കി. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, അർജുന, നിന്റെ രഥം ഭീഷ്മർ, കൃപാചാര്യർ, ദ്രോണർ, കർണർ എന്നിവരുടെ ദിവ്യ അസ്ത്രങ്ങളേറ്റു ഏറെ മുന്നേ തന്നെ ഭസ്മമായി പോയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ യോഗമായ ശക്തിയിൽ ഒരു സങ്കല്പ രഥമായിരുന്നു പകരം സൃഷ്ടിച്ചത്. അർജുനന് ഒരു നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയതുപോലെ തോന്നി. ഞാൻ എന്ന അഹംബോധത്തിൽ നമ്മൾ പലപ്പോഴും അർജുനെ പോലെയാണ് ചിന്തിക്കാറ്. ഈ ലോകത്തിലെ എല്ലാം നമ്മുടെ വരുതിയിലാണെന്ന തികഞ്ഞ അഹംബോധം. ഇവിടെ രഥം നമ്മുടെ ശരീരവും യുദ്ധം മാനസിക സംഘർഷങ്ങളുമാകുന്നു. ഒരിക്കൽ ജീവിത യുദ്ധം കഴിഞ്ഞ് ജീവാത്മാവ് ആകുന്ന അർജുനൻ ശരീരമാകുന്ന രഥത്തിൽ നിന്നിറങ്ങുന്നു. പിന്നാലെ പരമാത്മാവും. അതോടെ അത് നശിക്കുന്നു. അഹംബോധം ഇല്ലാതായി കഴിഞ്ഞാലേ മനുഷ്യന് മോക്ഷപ്രാപ്തി ഉണ്ടാകൂ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.